അപ്പുറം നമ്മൾ വല്ലാണ്ട് വേട്ടയാടപ്പെടുന്നു, നമ്മളെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരാൾ ചതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ഹാർഡ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ആരാധികമാരെ നിങ്ങൾ നിരാശപ്പെടേണ്ട, രാഹുൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെസ്സേജുകളൊക്കെ ഇനി കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഷാഫി പറമ്പില് ഒരു ചേട്ടൻ ഫീൽ ആണല്ലോ, എന്നാ പിന്നെ മറ്റേ ഡയലോഗ് വെച്ചിട്ട് അങ്ങനെ അമിതമായി ഗ്ലാമർ ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ബാധിക്കുന്നില്ല. അതായത് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അമ്മയുടെ ഒരു ഹായ് എവരിവൺ, ഒരു രസകരമായ ഇൻ്റർവ്യൂ ആണ്. 3 യുവതികൾ രാഹുലിനെ ഇരുത്തി അങ്ങ് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ എന്തായാലും കാണണം. അതായത് രാഹുലിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു, നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യവും രാഹുൽ പറയുന്നുണ്ട്. ഞാൻ സൈഡിൽ വെച്ച് തരാം. അതായത് 2ാം പാട്ടാണ്. ഓക്കെ, ഇന്നലെ ഇതിൻ്റെ ആദ്യ പാട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. കുറേ പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് 2ാം പാട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് സെക്കൻഡ് പാട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നൊന്നായിട്ട് കാണണം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയുകയാണ്. നിങ്ങളുടെ ചെറിയ വിരലുണ്ടല്ലോ, ഈ വിരൽ കൊണ്ട് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി തരണം. നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, രാഹുൽ ഗാന്ധിയുടെ പാത പിന്തുടരാൻ തന്നെയാണോ തീരുമാനം? അത് വിവാഹം കഴിക്കാതെ ഈ പ്രായത്തിന് ഇങ്ങനെ നിൽക്കാൻ തന്നെയാണ്? അല്ല, അങ്ങനെ ഞാൻ വല്ലാണ്ട് പ്രായം കടന്നു പോയിട്ടൊന്നുമില്ല. അപ്പം അതല്ല ഇപ്പം വിവാഹം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മുടെ ലൈഫിലേക്ക് വേറൊരാളെയും കൂടെ ഉൾക്കൊള്ളുവാൻ, അയാളുടെ ലൈഫിലേക്ക് നമ്മളും കൂടെ പോകാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കലും എടുക്കലും കൂടെ ആണല്ലോ. അപ്പം അതിന് ഇപ്പം മാനസികമായി തയ്യാറല്ല എന്നല്ലാതെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പം രാഹുൽ ഗാന്ധി എന്താണ് വിവാഹിതനാകാത്തതെന്നുള്ള കാരണം എനിക്കറിയില്ല. അത് പറയാൻ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലില്ല. എന്നെ അദ്ദേഹത്തിന് അറിയുക തന്നെ ഇല്ല. അപ്പോൾ അതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ ഗ്രോയിങ് സ്റ്റേജ് ആകുമ്പം ഒരുവിധം എല്ലാ ദിവസങ്ങളിലും പല നാടുകളിൽ പരിപാടികൾ, പൊതുയോഗങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ വല്ലാതെ രാഷ്ട്രീയമാണ്. അപ്പം ഒരാളെയും കൂടി ഉൾക്കൊള്ളാനുള്ള സ്പേസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ആയിട്ടില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അയാളുടെ ലൈഫിൻ്റെ ഭാഗമാകുവാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, ആ ഒരു തയ്യാറെടുപ്പില്ലാത്തതിൻ്റെതായ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇത് മുമ്പത്തെ വീഡിയോ ആണ്. അതായത് രാഹുലിൻ്റെ കേസ് വരുന്നതിന് മുമ്പത്തെ വീഡിയോ ആണ്. ഓക്കെ, നല്ല രസകരമാണ്. നമുക്ക് കണ്ടു നോക്കാം. പ്രശ്നം രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ കോൺഗ്രസിനൊരു പുതിയ ഉണർവ് നൽകുമെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയല്ല. ഇന്നത്തെ കാലത്ത് ഒരു ഇന്ത്യക്കാരൻ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. അവസാനം നടന്ന യാത്ര ഏതാ? രഥയാത്രയാണ്, രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി. ആ കാലത്തുനിന്ന് ഉണ്ടാക്കിയ വിഭജനം ഇപ്പോഴും മാറിയിട്ടില്ല ആളുകളുടെ മനസ്സിൽ. അപ്പോഴാണ് വളരെ പവർഫുള്ളായിട്ട് ഇന്ത്യ ഒന്നിപ്പിക്കുക, ഒറ്റ മുദ്രാവാക്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ? ഈ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് പറയുന്ന മുദ്രാവാക്യം. ഭാരത് ജോഡോ യാത്രയിൽ ഞാൻ കണ്ട പോസിറ്റീവ്സ്, ഒന്ന്, രാഹുൽ ഗാന്ധിയിൽ കഴിഞ്ഞ കുറേ കാലമായി ചാപ്പ കുത്തിയിരുന്ന സംഘപരിവാർ ഹാൻഡുകൾ ചാപ്പ കുത്തിയിരുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി. ഒരു മനുഷ്യൻ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഇത്രയേറെ ദിവസം കാലാവസ്ഥ നോക്കാതെ, മറ്റു ബുദ്ധിമുട്ടുകൾ നോക്കാതെ, ഒരു ദിവസം അദ്ദേഹത്തിന് കലശലായ കാലുവേദന കാരണം അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തെ പറ്റി ശ്രീ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസവും പ്രസംഗത്തിനിടയിൽ പറയുന്നത് കേട്ടു. അപ്പോൾ നിശ്ചയദാർഢ്യത്തോടു കൂടി പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് പ്രൂവ് ചെയ്തു. 2, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഭിമാനമുള്ളത്, ഇപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഈ രാജ്യത്ത് കോൺഗ്രസ് ഏതെങ്കിലും ഒരു വാർഡിൽ തോറ്റാൽ ഉടനെ കുറേ സൈബർ സ്പേസിൽ വന്നിട്ട് KC വേണുഗോപാലാണ് ഇതിനൊരു ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മെറ്റൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയുള്ളൊരു ഒരു യാത്രയായിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടുകൾ, ക്ലേശം, അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ നോക്കിയാൽ മതി. ബിഫോർ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു, ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു. കാരണം അത്രമാത്രം ടെൻഷൻ. ഓരോ സംസ്ഥാനത്തേക്കും കയറുമ്പോൾ ആ സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഈ ആളുകളുടെ കാര്യം, രാഹുൽ ഗാന്ധി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ടെൻഷൻ മുഴുവൻ ഈ മനുഷ്യനാണ്. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ജാഥയിലൊപ്പം നടന്ന ആളുകൾ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം, ആൾക്കൂട്ടമുണ്ടായിരുന്നു. 1,00,000 ആളുകൾ വരെ ഒരു ദിവസം യാത്രയിൽ പങ്കെടുത്തത്. സത്യം തന്നെയാണ്. ഭാരത് ജോഡോ യാത്രയിൽ നമ്മൾ കണ്ടതാണ്, എത്രയോ ആൾക്കാരുണ്ടായി. നോക്കി നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ജാഥയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഗൗരി ലങ്കേഷിൻ്റെ സഹോദരി, രോഹിത് വേമുലയുടെ അമ്മ, അതുപോലെ തന്നെ രഘുറാം രാജൻ. ഇതൊക്കെ ഈ രാജ്യത്തെ പലതരം, ഇപ്പോൾ കേരളത്തിലൂടെ നടക്കുമ്പോൾ രമേഷ് പിഷാരടി വരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സാംസ്കാരിക നായകരെല്ലാം കുറേ കാലമായി, ബ്രഹ്മപുരത്തിന് മുൻപ് തന്നെ പുക ശ്വസിച്ചിട്ട് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന കാലത്താണ് രമേഷ് പിഷാരടിയെ പോലെ ഒരാൾ ധൈര്യസമയത്ത് ഇറങ്ങി നടക്കുന്നത്. കമലഹാസൻ, അദ്ദേഹം യാത്രയുടെ ഭാഗമാകാണ്. അപ്പം ഇവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നൊരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുവാൻ പറ്റുന്ന, അതിനെ കണക്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു ലീഡർ രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്ന തരത്തിലേക്ക് ആ ജാഥ മാറി. അത് ഇന്ത്യക്കാണ്
ഭാരത് ജോഡോ യാത്ര ഏറ്റവും അധികം നന്നാകുന്നത് ഇന്ത്യക്കാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ ദിവസം പാർലമെൻറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോലാഹലം. അതിൻ്റെ അലയൊലി ഭാരത് ജോഡോ യാത്ര പൂർത്തീകരിച്ച് കശ്മീരിൽ രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ച് 2 മാസം പിന്നിടുമ്പോഴും ഇവരുടെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനെ പ്രകമ്പനം തീർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പം രാഹുലിനെ പിന്തുണയ്ക്കാത്തവർ കൂടുതൽ പറയുന്ന ഒരു ആക്ഷേപം രാഹുലിന് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഇല്ലെന്നാണ്. അത് ശരിയാണോ? ഈ ചാനൽ ചർച്ചകൾ മാത്രമുള്ള മുഖമാണോ രാഹുൽ? ആക്ഷേപം എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജെറിക്കറിയുന്നതുപോലെ കാതോലിക്കറ്റ് കോളേജിലൊരു സാധാരണ KSU പ്രവർത്തകനായി തുടങ്ങി. അതിനുശേഷം ഞാൻ യൂണിറ്റ് തല പ്രവർത്തനങ്ങളുടെ ഭാരവാഹിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സർവകലാശാല കൗൺസിലർ. അത് KSU ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമല്ല. KSU അടുപ്പിച്ചൊരു 10-12 വർഷങ്ങൾ പരാജയപ്പെട്ടിട്ട് നിൽക്കുന്നതിന് ശേഷം നമ്മൾ കൗൺസിലറാകുന്ന ആ വർഷമാണ് നമ്മൾ യൂണിയൻ തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ലിജു ചേട്ടൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ. വളരെ ചെറിയ പ്രായത്തിലാണ്. അതിനുശേഷം KSUവിൻ്റെ അസംബ്ലി തല ചുമതലകൾ, പിന്നീട് ജില്ലാ സെക്രട്ടറി, പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഒരു ദിവസത്തെ, അതൊരു പ്രത്യേക ഓർമ്മയാണ്, ഒരു ദിവസത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ. ഒരു ദിവസമല്ല, 2 ദിവസത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഓക്കെ, നമ്മുടെ രാഹുൽ വലിയ നേതാവായിരുന്ന കോൺഗ്രസിൻ്റെ കമ്മികളെ നിങ്ങൾ അനുഭവിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ അനുഭവിക്കും. പാവം ഈ മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയതിനൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിനുശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അതായത് KSUവിൻ്റെ യൂണിറ്റ് തലം തൊട്ട് അഖിലേന്ത്യാ തലം വരെയുള്ള എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. യൂത്ത് കോൺഗ്രസിൽ വരുമ്പോൾ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ NSU സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് KPC മെമ്പറാവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ എല്ലാ തലങ്ങളിലും ഈ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയായിരിക്കുമ്പോൾ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഇപ്പം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സാക്രിഫൈസാണ്. അപ്പം അത് പലർക്കും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ജയിലിൽ കിടക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു കേസ് ഉണ്ടാകുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരു 500 പേരുടെ പ്രകടനം നടക്കുമ്പോൾ അതിനകത്ത് കേസിൽ പ്രതിയായി ജയിലിൽ പോകേണ്ടി വരുന്നത് 10 പേരായിരിക്കും. അത് സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പം എനിക്ക് ജയിലിൽ കിടക്കുന്ന 2 അനുഭവങ്ങളാണുള്ളത്. അതൊന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് KSU പ്രവർത്തനമായിട്ട് നിൽക്കുമ്പോഴൊരു ജയിലനുഭവം. അതിനകത്ത് ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇപ്പം ഈ BEd കോളേജിലെ ഒരു സമരമാണ്. BEd കോളേജിലൊരു സമരം കഴിഞ്ഞിട്ട് എലന്തൂർ BEd കോളേജിലെ സമരം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ജീപ്പിൽ കയറുകയാണ്. അപ്പം നമുക്കിത് ജയിലിലേക്കാണ് പോകുന്നതെന്നുള്ള ധാരണയൊന്നുമില്ല. അപ്പോൾ നേരെ വന്ന് ജീപ്പിൽ കയറുന്നു. ജീപ്പിൽ കയറുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഷെബിൻ, അദ്ദേഹം ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഈ സമരത്തിലെത്താൻ താമസിച്ചു. അപ്പം ഇദ്ദേഹം ഈ സമരത്തിൻ്റെ ഭാഗമേ ആയിട്ടില്ല. അപ്പം ഷെബിനൊരു ബൈക്കിൽ വന്നിറങ്ങി. അപ്പോൾ ഷെബിനോട് പറഞ്ഞു, എന്തിനാണ് ബൈക്കിൽ കയറി പോകുന്നത്, നീ വാ നമുക്ക് ഇതിനകത്ത് ഇരുന്നങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെബിൻ ആ സൗകര്യമായല്ലോ എന്ന് പറഞ്ഞ് നേരെ പോലീസ് ജീപ്പിനകത്ത് വന്നിരുന്ന് നേരെ അവിടെ ചെന്നു. പിന്നെ ജഡ്ജി റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്കിന് റിമാൻഡ് ചെയ്തു. പിന്നെ ജയിലിൽ നല്ല കുറേ അനുഭവങ്ങളുണ്ട്. ജയിലൊരു മനോഹരമായൊരു രാഷ്ട്രീയ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യത്തിനകത്തൊരു തർക്കമില്ല. കുറേ കൂടെ കോംറേഡ്ഷിപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോളേജിലെ ആളുകളാണ് കൂടുതൽ സമരത്തിൽ വന്നത്, കാതോലിക്കറ്റ് കോളേജിലെ. അപ്പോൾ അവിടെ 1ാം വർഷം പഠിച്ച ഒരു സ്നേഹിതനുണ്ട്, റോബിൻ. ഇപ്പം വേറെ മേഖലയിലാണ്, വേറെ ജോലി മേഖലയൊക്കെ ആയിട്ട് പോയി. അപ്പം ഇവൻ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇവൻ ജയിലിൽ വന്നു കഴിയുമ്പോൾ ഇവനാണ് ഏറ്റവും അധികം നമുക്ക് ധൈര്യമൊക്കെ തരുന്ന ആൾ. അപ്പം നമുക്കൊക്കെ കൺസേൺസ് ഉണ്ട്, വീട്ടുകാരെന്താ പറയുക. അപ്പം ആദ്യമായി ജയിലിൽ പോകണോ, അത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. അപ്പം ജയിലിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നാട്ടിൽ ജയിലിൽ പോകുന്നു എന്നല്ലേ അറിയത്തുള്ളൂ. എന്താ അത് ശരിയാണ്. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ജയിലിൽ പോവുകയാണെങ്കിൽ എന്തിനെന്ന് വിചാരിക്കുക, നമ്മുടെ നാട്ടുകാർ വരും അവനെന്തോ കയ്യിൽ കഞ്ചാവ് കിട്ടിയെന്ന്. അതായത് ഇപ്പം ഞാൻ യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും തെറി വിളിച്ച് ജയിലിൽ പോവുകയാണെങ്കിൽ പറയും കഞ്ചാവ് വിറ്റ് പോയതെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം, നല്ല രസകരമാണ്. ഇത് സംഭവം ആളുകൾക്ക് അറിയാമോ എന്നൊക്കെയുള്ള ടെൻഷനിൽ നമ്മളിരിക്കാം. ഇവനാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രചോദനം തരുന്നത്. ഒന്നും പേടിക്കാനില്ല, വീട്ടുകാരൊക്കെ ഇത് ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കും. അപ്പോൾ അവൻ അന്നൊരു ന്യൂ ജനറേഷനാണ്, ഇപ്പോൾ ചില്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന്. അപ്പം ഇവൻ്റെ അമ്മ ഇവനെ കാണാനായിട്ട് വന്നു. അപ്പം പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ വന്ന് വളരെ കൂളായിട്ട് ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നേരെ ഈ ജയിൽ സൂപ്രണ്ട് എല്ലാം കൂടെ നിൽക്കാൻ നേരം ഇവനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സെല്ലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ കരണക്കുറ്റി നോക്കി അറ്റി. ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സൂപ്രണ്ടൊക്കെ ചാടി വന്നു. അപ്പോൾ പറഞ്ഞു, അമ്മയും മോനും ഒക്കെ വീട്ടിൽ ഇവിടെ വെച്ച് കൈവെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആ അനുഭവം തൊട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അടൂരിൽ നടന്നൊരു സമരമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ VD സതീശൻ അദ്ദേഹം പുസ്തകം വായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ കച്ചവടമാകത്തില്ല. കാരണം അദ്ദേഹത്തെ പോലെ നന്നായി സംസാരിക്കുന്ന, സംവേദിക്കുന്ന ഒരു മനുഷ്യനില്ല. അപ്പോൾ അദ്ദേഹത്തിൽ ചാപ്പ കുത്താൻ കഴിയുന്ന എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ലാത്തൊരു സമൂഹത്തിൽ അദ്ദേഹം ജയിലിൽ പോയിട്ടില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഇതെല്ലാം കൂടെ ചേർന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം എഴുതുന്ന ആളുകളുണ്ടാകും, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പുസ്തകം എഴുതാൻ കഴിയുന്ന ആളുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രത്യയശാസ്ത്രം പറയുന്ന പുസ്തകം എഴുതുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്.
ഫേസ്ബുക്കിൽ ഈ മറ്റു രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധമില്ല, ഇൻസ്റ്റാഗ്രാമിൽ നന്നായി റീൽസ് ഇടാൻ അറിയുന്ന നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന അവൻ്റെ പൊളിറ്റിക്സ് അത് രാഷ്ട്രീയമാണ്. ജയിലിൽ പോവുക രാഷ്ട്രീയമാണ്, സമരം ചെയ്യുക രാഷ്ട്രീയമാണ്. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. 6ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ്റെ കതറിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൽ? ഓക്കെ, ഇനിയാണ് രാഹുലിൻ്റെ അച്ഛൻ്റെ സ്റ്റോറി, ഇനിയാണ് ലൈഫ് സ്റ്റോറി വരാനിരിക്കുന്നത്. ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്, കുറേ ഇൻ്റർവ്യൂ ഉണ്ട്, അതായത് പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് രാഹുലിന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ വെച്ച് തരാം, വെയിറ്റ് ചെയ്യും. ഓക്കെ, എന്നാലും അച്ഛൻ്റെ സ്റ്റോറി നമുക്കൊന്ന് കേട്ട് നോക്കാം. അതായത് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അമ്മയുടെ ഒരു സ്ട്രോങ് ലേഡി ഇമേജിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ലൈഫ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അതേ സമയത്ത് തന്നെ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. നാട്ടിൽ നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന, നാട്ടിൽ സംഘടന ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. അപ്പോൾ അച്ഛൻ സ്ഥിരമായി കതറിടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലെത്തുന്നതിന് മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാനാണെങ്കിൽ അച്ഛൻ്റെ ഈ അലമാരയിൽ നിന്ന് ഈ ഒരു പഴയ ഖദറിൻ്റെ ഷർട്ട്, ആ ഷർട്ടും ആ മുണ്ടും ഒക്കെ എടുത്ത് ഇട്ട് നോക്കി. അപ്പോൾ അച്ഛൻ നന്നേ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസൊക്കെയാണ്, അത്യാവശ്യം ലൂസാണ് ആ പ്രായത്തിൽ. അപ്പോൾ എനിക്കതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരിക ഒരു സുരക്ഷിതത്വം, അതിപ്പോൾ അതനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം നമുക്ക് പലപ്പോഴും ഇപ്പം അമ്മ നന്നായി ഞങ്ങളെ നന്നായി നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യമായി വാങ്ങിത്തരുന്നതും ഒക്കെ അമ്മ തന്നെയാണ്. നമ്മുടെ ഈ പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പം നമുക്ക് അച്ഛനുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളോ അനുഭവങ്ങളോ എനിക്കില്ല. അപ്പോൾ ഈ പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും മറ്റു കുട്ടികളൊക്കെ ഈ അച്ഛനെ കൊണ്ടാണ് സ്കൂളിൽ വരിക. അപ്പം നമുക്കൊരു അപ്പം അമ്മ എംപ്ലോയി ആണ്. അപ്പം അമ്മ പലപ്പോഴും ആ ദിവസം അമ്മയ്ക്കും വരാൻ കഴിയില്ല. അപ്പോൾ ആ ദിവസം ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. ആ ദിവസമല്ല, പലപ്പോഴും നമുക്ക് ആ വിഷമം ഉണ്ടാകും. പക്ഷേ ആ ദിവസം പ്രത്യേകമായിട്ട് ചെറു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആ കതർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ പല പല മോഹങ്ങൾ, നമ്മൾ ഭാവി അല്ലെങ്കിൽ നിന്നതൊക്കെ ആകണമെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് മനസ്സിൽ തറച്ച ഒരു മോഹം തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനാകുക. അപ്പോൾ ആ കതർ അന്ന് വെറുതെ ഒരു രസത്തിലിട്ട് നോക്കിയ കതർ മനസ്സിൽ, ഇപ്പം ഞാൻ കതർ അങ്ങനെ ധരിക്കാറില്ല എങ്കിലും മനസ്സിൽ ആ കതർ ഇപ്പോഴും ധരിക്കുന്നുണ്ട്. അതുതന്നെ ആ ഒരു വൈകാരികത തന്നെയാണ് എന്നെ കോൺഗ്രസ്സുകാരനാക്കുന്നത്. പിന്നീട് വായിച്ചും അറിഞ്ഞുമൊക്കെ നമുക്ക് ഈ പ്രസ്ഥാനത്തോട് തോന്നുന്നൊരു വല്ലാത്ത പ്രണയമുണ്ടല്ലോ, ഒരു ഫാദർലി അഫെക്ഷൻ ഈ പ്രസ്ഥാനത്തോടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അധികമാകില്ല. ഈ പേരിന് പിന്നിൽ ഈ മാങ്കൂട്ടത്തിൽ അത് സ്ഥലപ്പേരാണോ അതോ വീട്ടുപേരാണോ? മാങ്കൂട്ടത്തിൽ എൻ്റെ നാട്ടിൽ മാങ്കൂട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ സൈബറിടത്തിലേക്ക് പല കിംവദന്തികളുണ്ടല്ലോ. അപ്പോൾ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ ഒരു ബംഗ്ലാവ് കണക്കൊരു വലിയ വീടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇതെൻ്റെ വീടാക്കി വെച്ചിട്ടുണ്ട്, ചാപ്പ് കുത്തി തന്നിട്ടുണ്ട്. ഇത് സത്യത്തിൽ എൻ്റെ വീട്ടുപേരാണ് മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ സ്ഥലത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്. അപ്പോൾ മാങ്കൂട്ടത്തിൽ എന്നുള്ള എൻ്റെ വീട്ടുപേരാണ് സത്യത്തിൽ. അപ്പോൾ ഈ പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ആളും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പാവം രാഹുൽ, അതായത് ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. കമ്മികളെ നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, ഇനിയാണ് പെൺകുട്ടികൾ രാഹുലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് നിങ്ങൾ ക്ലിയറായി കാണണം. അതിൽ എല്ലാത്തിനുമുള്ള ഉത്തരം രാഹുൽ തരുന്നുണ്ട്. ഓക്കെ, രസകരവുമാണ്, സാഡുമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അതൊന്നും നന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, ഇവിടെ മാതൃകയാക്കാൻ അതേപടി കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്. ഇപ്പം നമുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം നമ്മൾ വല്ലാണ്ട് വേട്ടയാടപ്പെടുന്നു, നമ്മളെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരാൾ ചതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ഹാർഡ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾ രാഹുൽ ഗാന്ധി നോക്കൂ, അയാൾ കഴിഞ്ഞൊരു 10 വർഷത്തിലധികമായി ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും ചേരാത്ത ഒരു ഇരട്ടപ്പേര് ചാർത്തി അദ്ദേഹത്തെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. സാധ്യമാകുന്ന എല്ലാ വിഷ്വൽ മീഡിയ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ എല്ലാം ചെയ്യുന്നു. ഇപ്പം മുമ്പൊക്കെ പറയും ശ്രീ രാഹുൽ ഗാന്ധി ഒരു ജാക്കറ്റ് വാങ്ങി, ഒപ്പം 2 കൂടെ വാങ്ങും. ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യക്ക് കൊടുക്കും, പിന്നെ ഒന്ന് സച്ചിൻ പൈലറ്റിന് കൊടുക്കും. അങ്ങനെ ജാക്കറ്റ് വരെ പങ്കുവെച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പാർട്ടി വിട്ടുപോയി അപ്പുറത്ത് നിന്നിട്ട് ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച് നിങ്ങൾ ഡേ 1 തൊട്ട് നോക്കും. ഇപ്പം നമ്മൾ ഈ അടുത്തിടയ്ക്ക് പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞിട്ട് നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, രാഹുൽ ഗാന്ധിക്ക് വന്നൊരു മാറ്റം നോക്കുക. സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് എപ്പോഴും. നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്ന പെർസ്പെക്റ്റീവില് ഔട്ട്ലുക്കിലൊക്കെ ഒരു മാറ്റം ഉണ്ടായി. അപ്പൊ അദ്ദേഹം കൺസിസ്റ്റന്റ്. ഈ രാഷ്ട്രീയം ഇപ്പം ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കാൽവെപ്പ് ഭയങ്കര സംഭവ ബഹുലമായിരുന്നല്ലോ. അപ്പോൾ ആസ്വദിച്ചിട്ടുണ്ടോ?
അങ്ങനെയല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ ഫ്രാങ്കായി സിൻസിയറായി പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവർക്കും ഒരു ജനപ്രതിനിധിയാകാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുപ്രവർത്തകരാണ്. നമ്മളെ ജനം ഓഡിറ്റ് ചെയ്യാൻ കിട്ടുന്ന, ഡയറക്റ്റായി ഓഡിറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരമാണ് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുക എന്നുള്ളത്. അത് നമ്മൾ വളരെ ആസ്വദിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പാർട്ടി പദവികൾ ഭയങ്കരമായി ആസ്വദിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ ഇപ്പം എന്താ മരിച്ചു പോയിട്ടുള്ള ഒരു നേതാവിനെ കാണാൻ അവസരം കിട്ടുകയാണ് സ്വർഗത്തിൽ ചെന്നിട്ട്, ആരെ തെരഞ്ഞെടുക്കും? മുഞ്ഞണ്ടി സാർ. ഈ പാലക്കാട് ഒടിവെപ്പിന്റെ ഒരു സ്ഥലമാണല്ലോ, അപ്പൊ രാഷ്ട്രീയത്തിലെ ഒടിയന്മാരെ പേടിയുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും ഉള്ള ഭയങ്ങളൊന്നും. അതായത് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾക്ക് വലിയ റോളൊന്നുമില്ല. നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ ജനവിഭാഗമല്ലേ നമ്മളെ വിലയിരുത്തുന്നത്, വിധി എഴുതുന്നത്, നമ്മളെ കരുതുന്നത്, നമ്മളെ ശാസിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തേക്കില്ല. അപ്പോൾ അവരുടെ ഒരു സംരക്ഷണമൊക്കെ ഉള്ളു. അപ്പോൾ അങ്ങനെയൊന്നുള്ള ഒടിയൊന്നും വയ്ക്കില്ല. ഈ സോഷ്യൽ മീഡിയയിലും രാഹുൽ തരംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റീലുകളൊക്കെ വരുന്നത് PR ആണോ അതോ സ്വന്തമായിട്ട് ഇതിനൊക്കെ എഡിറ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഒരു സമയമൊക്കെ കിട്ടാറുണ്ടോ? അങ്ങനെ PR ഒന്നുമല്ല, അങ്ങനെ PR ആയിട്ടൊന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കൂടുതൽ ആളുകളിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ വീഡിയോസൊക്കെ എടുക്കും. അത് ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് രാഹുൽ തന്നെയാണോ? ആരാധികമാരെ നിങ്ങൾ നിരാശപ്പെടേണ്ട, രാഹുൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെസ്സേജുകളൊക്കെ ഇനി കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല, ആളുകൾക്കൊരു ഇഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. രാഹുൽ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? സൺഡേ ഹോളിഡേ. അതിന്റെ അകത്തൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സറിയാൻ ശ്രമിച്ചാൽ മതി, പകുതി പ്രശ്നം തീരും, അങ്ങനെ ഒരു ഡയലോഗ് ഓർമ്മ. രാഷ്ട്രീയത്തിൽ അത് സാധ്യമാണോ? അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കാരുടെ വികാരമൊക്കെ നമുക്ക് അങ്ങനെ കണ്ടു കളയാൻ പറ്റുമോ? അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു പോകണല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിനകത്ത് വലിയ വ്യത്യാസമുള്ള കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവുക. അപ്പൊ അതിൽ എന്നുവെച്ചാൽ ചിലത് നമ്മൾ പറയുമ്പോൾ തന്നെ ജനം വിശ്വസിക്കും, ചിലത് അവർക്ക് കുറച്ച് ടൈം വേണമായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന്, ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റായിരിക്കും. അപ്പൊ ജനം തിരുത്തും നമ്മളെ. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. ടെൻഷൻ ഉള്ള കൂട്ടത്തിലാണോ? നല്ല അടിപൊളി രസകരമല്ലേ? ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് വെച്ച് തരാം. ഓക്കെ, ബാക്കി കൂടി കണ്ടു നോക്കാം. അങ്ങനെ വലിയ ടെൻഷനുകളില്ല, എങ്കിലും ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. എപ്പോഴേലും ലാത്തി ചാർജിന് പോയിട്ട് നല്ല അടി കിട്ടി, പക്ഷെ ആ വേദന പുറത്ത് കാണിക്കാൻ പറ്റാതെ മാസമായിട്ട് നിന്നിട്ടുണ്ടോ? മനുഷ്യന്മാരുടെ ഇപ്പൊ ഈ സമരത്തിന് പോകുന്നവരുടെയും ശരീരം തന്നെയാണല്ലോ. ഇപ്പൊ ഈ ജലപീരങ്കി അടിക്കുമ്പം നിങ്ങൾ വിചാരിക്കും, ഈ ജലപീരങ്കി മറ്റേ ഈ നമ്മുടെ സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാൻ ഇങ്ങനെ ജലപീരങ്കി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നെഞ്ചുവെച്ച് ഇങ്ങനെ തടുത്തിരിക്കും. ഈ ജലപീരങ്കി എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള സാധനമല്ല. ജലപീരങ്കിയിലാണല്ലോ തുടങ്ങുന്നത്. ജലപീരങ്കി പോലും അത്രയും ഫോഴ്സ് വെള്ളം വരികയാണ്. അപ്പൊ നമ്മളെ അടിച്ചിടും, നിലത്തിടും. അപ്പൊ അങ്ങനെയൊക്കെ നെഞ്ചുവെച്ചിരുന്ന് നമ്മൾ തെറിച്ച് മാസായി നിന്നിട്ടുണ്ട്, വേദനയൊക്കെ സഹിച്ച്. അങ്ങനെയല്ല, നമ്മളൊരു സമരരംഗത്താണല്ലോ. പ്രത്യേകിച്ച് നമ്മളൊരു സമരത്തെ നയിക്കുകയാണ്. ഇപ്പം നമുക്ക് തല്ലുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല, ഓപ്ഷൻസ് ഇല്ല. അപ്പം നമ്മുടെ ശരീരം നോവുമല്ലോ. നമ്മുടെ മനുഷ്യന്മാരാണല്ലോ, മനുഷ്യന്മാരല്ലേ പിള്ളേർ. ഈ മാസായി നിൽക്കുക മാത്രമല്ലോ, മാസായി സംസാരിക്കാറും ഉണ്ടല്ലോ. അപ്പൊ അത് ഈ എപ്പോഴും പ്രചാരണത്തിലാണെങ്കിലും സംസാരിക്കുമ്പോ അല്ലെങ്കിൽ TV ചർച്ചയിലൊക്കെ വരുമ്പോ അതൊരു സ്ട്രെസ് ആയി തോന്നാറുണ്ടോ? അതായത് ഫാൻസ് ഉണ്ടല്ലോ ആ ഒരു സംസാരത്തിന്റെ പുറകില്. ഇല്ല, ഞാൻ ടെലിവിഷൻ ചർച്ചകൾ തുടങ്ങുമ്പോഴായാലും ഞാൻ പ്രസംഗിക്കുമ്പോഴായാലും എനിക്ക് സംസാരത്തിൽ നിന്നൊരു ശൈലി വ്യത്യാസം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് ടെൻഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ എന്റെ പ്രസംഗമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു വിഷയത്തെ പറ്റി പ്രിപ്പയർഡ് ആകും. ഒരു വിഷയത്തെ പറ്റി നിങ്ങൾ ഇപ്പം എന്റെ പ്രസംഗം എടുത്ത് നോക്കിയാൽ മതി, എന്റെ ചാനൽ ചർച്ച എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ചിലരുണ്ട് അതിൽ വ്യത്യാസങ്ങൾ വരുത്തും. അവരുടെ ടോണിങ് വ്യത്യാസം ഉണ്ടാകും, അവരുടെ മോഡുലേഷൻ വരും. അവർക്ക് അത്ര മോഡുലേഷൻസ് ഇല്ല. ഞാൻ വളരെ സ്വാഭാവികമായിട്ടാണ് സംസാരിക്കുന്നത്. അത് നല്ലതാണെന്നല്ല. ഇപ്പം പ്രസംഗത്തിലൊക്കെ മോഡുലേഷൻസ് ഒക്കെ വരുത്തുന്നതാണ് ചില ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്റെ സ്വാഭാവികത ആയതുകൊണ്ട് എനിക്ക് അതിനകത്ത് ടെൻഷൻസ് ഇല്ല. ഞാൻ എന്റെ ബേസിലാണല്ലോ നിൽക്കുന്നത്. ഈ ചാനൽ ചർച്ച ഗുണകരമായി തോന്നിയിട്ടുണ്ടോ? ഓക്കെ, നല്ല രസകരമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. തീർച്ചയായിട്ടും ചാനൽ ചർച്ചകൾ. ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഘടനാപരമായിട്ടുള്ള യാത്രകളാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അവർക്ക് അത് ചാനൽ ചർച്ചകൾ മാത്രമല്ല, നമ്മുടെ സമരങ്ങളിലൂടെ ആയാലും മാധ്യമങ്ങൾ അതിനകത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ ആളുകൾക്ക് അറിയാം എന്നുള്ളൊരു സന്തോഷമാണ്. ഇപ്പം നമ്മൾ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ സത്യത്തിൽ ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ നമുക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിലെ ഉറ്റ സുഹൃത്ത് ആരായിരിക്കും? ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്.
ഒരു ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ഒരു സഹോദരൻ എന്ന് പറയുന്നപ്പം ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പറയും, ഇപ്പം വിഷ്ണുനാഥ് പറയും. അപ്പൊ ഞങ്ങൾ വേറൊരു ടാസ്ക് തരട്ടെ. ഷാഫി പറമ്പിലിനെ പറഞ്ഞതുകൊണ്ട് ഷാഫി പറമ്പില് ഒരു ചേട്ടൻ ഫീൽ ആണല്ലോ, എന്നാ പിന്നെ മറ്റേ ഡയലോഗ് വെച്ചിട്ട് ഏട്ടായി കോഫി എന്നുള്ളത് ഏട്ടായി വോട്ട് ഇത് പറയാമോ? ഒരു ടാസ്ക്, ചെറിയൊരു ടാസ്ക്, ചെറിയൊരു ഫോൺ ടാസ്ക്. വിളിച്ചിട്ട്. പാസ് പാസില്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞു പാസില്ല. പാസില്ല. അതേപോലെ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് എന്നാ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കണ്ടോട്ടെ, ഇപ്പൊ പറഞ്ഞാൽ മതി, ഫോൺ വിളിക്കണ്ട. അല്ല, അദ്ദേഹത്തെ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ ഓഫാണ്, ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് അപ്പോൾ കൂടുതലുള്ള ആളെയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ എന്തായാലും ഇപ്പം പുള്ളി ഇവിടുത്തെ വോട്ടർ കൂടിയാണ്, ഷാഫി പറമ്പിൽ ഇവിടുത്തെ വോട്ടർ കൂടിയാണ്. അപ്പൊ പിന്നെ ഈ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകളിൽ ഈ ഗ്ലാമറിനെ ബാധിക്കുന്നുണ്ടോ? വെയിലൊക്കെ കൊള്ളുന്നുണ്ടല്ലോ നല്ലപോലെ. അങ്ങനെ അമിതമായി ഗ്ലാമർ ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ ഒരുപാട് ആരാധികമാരൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയങ്കര ഗ്ലാമർ ആണ്, ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഏറ്റവും ഗ്ലാമർ ചുള്ളൻ പയ്യൻ എന്നൊക്കെയാണ് പറയുന്നത്. കമന്റ് സെക്ഷനൊക്കെ വല്ലപ്പോഴും ഒന്ന് എടുത്ത് നോക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഇന്റർവ്യൂ അടുത്ത് ചെയ്യാൻ പോകുന്ന ആളോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കും. അപ്പൊ ഞാൻ ഈ ചോദ്യം ആത്മാർത്ഥമാണെന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറയും, ഞാൻ ഏറിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ ഈ ചോദിച്ച എല്ലാവരോടും ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനില്ലേ. രാഹുലിന് നല്ല കോമഡിയാണ് ആൾ. ഓക്കെ, ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ ഉണ്ടെങ്കിലെല്ലാം മാറി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മൊത്തത്തിൽ വെക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങൾ ചോദിച്ചില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരുമോ? കമന്റ് സെക്ഷനിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് വന്നതല്ലേ? നന്നായി, നല്ല റിസർച്ചാണ്. യുവാക്കൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ആണല്ലേ? ഓ, സന്തോഷം. യുവാക്കൾ ഇതൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞതിനകത്ത് സന്തോഷമുണ്ട്. ഇപ്പം എന്താ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ആകുമ്പോഴേ ഈ ചുവരെഴുത്ത്, പോസ്റ്റർ ഒട്ടിക്കൽ, അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നല്ലോ. ഇപ്പം എന്താ രാഹുൽ അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാനാണെങ്കിൽ ഞാൻ ചുമരെഴുതിയിട്ടില്ല, കാരണം എന്റെ കൈയക്ഷരം ഞങ്ങൾ എഴുതിയിട്ടോ. എന്റെ കൈയക്ഷരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബോറാണ്. എനിക്ക് സീക്രട്ട് കൈയക്ഷരമുള്ള ആളാണ്. എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഒരു രീതിയിൽ ഞാൻ എഴുതിയാൽ ഞാൻ മാത്രമേ വയ്ക്കത്തുള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് ലിപിയൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം എൻ്റെ കൈയക്ഷരം അത്യാവശ്യം മോശമാണ്. ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. ചുമരെഴുതുക എന്ന് പറഞ്ഞാൽ ചുമരെഴുതുന്നതിനകത്ത് ആ കൈയക്ഷരത്തിൻ്റെ ഒരു വടുവും ഭംഗിയൊക്കെ. ഇപ്പോഴും പോകാൻ തയ്യാറാണോ? അങ്ങനെ സ്വന്തം പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നുണ്ടോ? സ്വന്തം പോസ്റ്റർ ഒട്ടിക്കാൻ പോകേണ്ട ആവശ്യം പ്രസ്ഥാനം ഉണ്ടാക്കാറില്ല. ഇതിപ്പോൾ തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിലും പോലും എൻ്റെ നാട്ടിൽ ഞാൻ വോട്ട് ചോദിക്കാൻ പോകാറുണ്ട്, വീട് കയറാൻ പോകാറുണ്ട്, പോസ്റ്റർ ഒട്ടിക്കാൻ പോകാറുണ്ട്. അതൊക്കെ എല്ലാ ആളുകളും അതാണ്. പക്ഷെ ഞങ്ങള് ഇന്നലെ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഗിഫ്റ്റ് ഞങ്ങളുടെ വക ഉണ്ടെന്ന്? ഇല്ല, എനിക്ക് കോള് വന്നില്ല. മൂന്നും കൽപ്പിച്ച് ഞങ്ങൾ ടീം ഒരാളുടെ കയ്യിൽ ഒരു മുണ്ട് പറഞ്ഞിട്ടുണ്ട്, ആള് മുണ്ട് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമല്ല, PK ഫിറോസ് ആണ്. നമ്മൾ ഇന്നലെ കുത്താമ്പള്ളി പോയിരുന്നു, അവിടെ അദ്ദേഹം പ്രചാരണത്തിന്റെ ആവശ്യത്തിനായിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വന്നു. അപ്പൊ ഞങ്ങൾ കണ്ടു. PK ഫിറോസും രാഹുലും നല്ല ചങ്ങായിമാരാണ്. ഓക്കെ, ഞാൻ കുറേ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചതേ പുള്ളി ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി ഓടുകയാണ്. ഇതിന്റെയൊക്കെ ഷർട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടല്ലേ, അറിഞ്ഞത് സന്തോഷം. പ്രചാരത്തിന് വേണ്ടിയിട്ട് കയ്യിരിക്കുന്ന ഷർട്ടും മുണ്ടും ഒക്കെ ധാരാളം. അയാൾ ഇഷ്ടം പോലെ ഷർട്ടും മുണ്ടും ഉള്ള ആളാണ്, നല്ല കളക്ഷനുള്ള ആളാണ്. അപ്പൊ ഞാൻ കണ്ടോളാം, എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാൻ കണ്ടോളാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഐറ്റം എന്തായിരിക്കും? ഷർട്ടാണോ, ടീഷർട്ട്, അങ്ങനെ എന്ത് ഐറ്റമാ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്? ഷർട്ടും ടീഷർട്ടും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോട്ട് പാഡിന്റെ ഒരു വലിയ ആരാധകനാണ്. നോട്ട് പാഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡിജിറ്റൽ നോട്ട് പാഡല്ല, അല്ലാതെ എഴുതാനുള്ള നോട്ട് പാഡിന്റെ വലിയ ആരാധകൻ. അപ്പം എന്നെ അടുത്തറിയുന്ന ആളുകൾ എനിക്ക് ഏറ്റവും അധികം ഗിഫ്റ്റ് ചെയ്യുന്നത് നോട്ട് പാഡിന്റെ പേനയായിരിക്കും. പേന എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ പേനകൾ. പക്ഷെ ഇനിയിപ്പോ എല്ലാരും തരും, കാരണം ഇത് എല്ലാരും കേൾക്കുമല്ലോ. ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ആരാധികന്മാരൊക്കെ കൊറിയർ വഴി ഇടയ്ക്കിടയ്ക്ക് ആരാധിക എന്ന് പറയുന്നുണ്ട്. നീ ആരാധികയാണോ? അതിവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ടീമിൽ അറിയാം ആരാണ് യഥാർത്ഥ ആരാധിക. ഈ ഷർട്ടൊക്കെ ആരാ സെലക്ട് ചെയ്ത് തരുന്നതെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. എനിക്ക് ഷർട്ട് ഒരുപാട് ഗിഫ്റ്റായി കിട്ടലുണ്ട്, ഒരുപാട് ഷർട്ട് ഗിഫ്റ്റായി കിട്ടലുണ്ട്. ബാക്കി ഞാൻ തന്നെ ചൂസ് ചെയ്യുന്നതുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു പൊതുവായ സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ട്. അപ്പം ഷാഫി പറമ്പിലിനും എനിക്കും VT ബൽറാമിനൊക്കെ പൊതുവായിട്ട് ഒരു സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ട്. എൻ്റെ ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇത് പാലക്കാടാണ് ഈ ഷോപ്പ്, കുറേ കാലമായിട്ട് പാലക്കാടാണ്. അപ്പം ഇവർ ഭയങ്കര നല്ല ഷർട്ടുകൾ ചൂസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതടിക്കും. അപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് അടുത്ത തയ്യക്കാരനോട് ചോദിക്കും, തയ്ക്കുന്ന ആളോട് ചോദിക്കും, അവരേതൊക്കെ എടുത്തേന്ന് ചോദിക്കും. അപ്പോൾ അയാൾ അതെനിക്ക് അയച്ചിരും. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് മൂന്നെണ്ണം ചൂസ്. അതാണ് എൻ്റെ ഒരു ഏർപ്പാട്. ഇപ്പൊ PhD വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അതിങ്ങനെ മുന്നോട്ട് പോവാണ്. അത് ഭയങ്കരമായി ഉഴപ്പി മുന്നോട്ട് പോവാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുൽ തിരിച്ചു വരണം, അല്ലെ എങ്ങനെയെങ്കിലും ഈ ഒരു കള്ളക്കേസിൽ നിന്ന് ഊരി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെക്കണോ? ഇനിയുണ്ട് 2 ക്ലിപ്പ്. ഓക്കെ, ഞാൻ വെച്ച് തരാം. ഓക്കെ,
തുടക്കത്തിലൊക്കെ നല്ല ആവേശമാണ്. പക്ഷെ ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കാൻ പോകുന്നത് രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ അല്ലല്ല രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് തൊഴിൽ തെരഞ്ഞെടുക്കുമായിരുന്നു? രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ കാലത്ത് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ ആളുകളെ നോക്കുന്നുണ്ട്, പോകേണ്ട ആളുകളെ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അലാം വരുന്നുണ്ട്. അപ്പം രാഷ്ട്രീയം അല്ലായിരുന്നെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് പിന്നെ ആയിട്ടുള്ളൊരു ആഗ്രഹം അധ്യാപകൻ, കോളേജ് അധ്യാപകനാകുക എന്നുള്ളത്. ഏത് വിഷയത്തിലായിരിക്കും അപ്പോൾ എടുക്കുന്നുണ്ടാവുക? എന്റെ സബ്ജക്ട് ഹിസ്റ്ററിയാണ്. എന്റെ സബ്ജക്ട് ഹിസ്റ്ററിയാണ്. എവിടെയെങ്കിലും പൊളിറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമല്ലോ. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ മലയാളം വാക്ക് എന്താ? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രീയ സയൻസ് എന്താ? ഓക്കെ, രസകരമായ ഇൻ്റർവ്യൂ ആണ്. ഇനിയുമുണ്ട് ഒരു 15 മിനിറ്റിൻ്റെ ക്ലിപ്പ്. ഞാൻ വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ 23 മിനിറ്റായി. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പാർട്ട് 3 വേണമെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടൂ. അതിനുശേഷം ഉറപ്പായിട്ടും ഒരാളിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കൊണ്ടുവരും. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരാൾക്കെങ്കിലും, അത് ഞാൻ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും, അതായത് ഷാഫി പറമ്പിലിൻ്റെ സ്റ്റോറി വേണോ, ആരുടെങ്കിലും സ്റ്റോറി വേണോ, നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരാം. ഓക്കെ, ഈ സമയത്ത് അതായത് തെരഞ്ഞെടുപ്പാണ്, ഇലക്ഷൻ സംബന്ധിച്ച എന്ത് കമൻറ്റ് ഇട്ടാലും നമ്മളിപ്പോൾ ഇനിയൊരു ഇലക്ഷൻ കഴിയുന്നത് വരെ പൊളിറ്റിക്സ് കോണ്ടൻ്റാണ് ഇടാൻ തീരുമാനിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസ് ഏതാണ് ട്രെൻഡിൽ നിൽക്കുന്നത് ആ സമയത്താണ് ആ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻ്റാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 3 വേണമെങ്കിലും അല്ലെങ്കിൽ വേറെ പൊളിറ്റിക്സ് സംബന്ധമായിട്ടുള്ള എന്ത് കോണ്ടന്റ് വേണമെങ്കിലും എൻ്റെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടോൾ, ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരും. അതിന് മുമ്പ് നല്ല സമയമായി ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ സമയം എത്രയും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ 2:40 AM എന്നാണ്. ഉറക്കും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇനി അപ്ലോഡ് രാവിലെ നിങ്ങളെ മുമ്പിൽ 8 മണിയാകുമ്പോൾ വരും. ഞാനിപ്പോൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കിടന്നുറങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് പകൽ പണിയുണ്ട്, അതുകൊണ്ടാണ് വേറെ പണീൻ്റെ ഇടക്കാണ് ഈ പണി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.